ബിഗ് ബോസ് മലയാളം സീസൺ 7 ഉടൻ തുടങ്ങുന്നില്ല. ഓഡീഷൻസ് ഒക്കെ നിർത്തിവെച്ചു. ലാലേട്ടൻ തന്നെയാണോ വരാൻ പോകുന്നത്? മാർച്ചിലാണോ തുടങ്ങാൻ പോകുന്നത്? എന്താണ് അപ്ഡേറ്റുകൾ? കുറച്ച് അപ്ഡേറ്റുകൾ ഉണ്ട്. ഇത്തവണത്തെ സീസൺ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കില്ല മക്കളെ. വൻ ചതി എന്നൊന്നും പറയണ്ട. സംഭവം സാഹചര്യങ്ങൾ കാരണം അങ്ങനെ ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത്രേ ഉള്ളൂ. അപ്ഡേറ്റുകൾ പറയാം ബിഗ് ബോസ് മലയാളം സീസൺ 7-ന്റെ. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 മലയാളം ഉടൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഉണ്ടാവത്തില്ല. കഴിഞ്ഞ വർഷമൊക്കെ നമുക്കറിയാം, ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഒത്തിരി വീഡിയോസാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിരുന്നത്. ഒത്തിരി കാര്യങ്ങൾ എവിടെയായിരിക്കും സെറ്റ് ഞാനത് കൺഫേം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കോമണേഴ്സ് 2 പേരുണ്ടാവുമെന്ന് ഞാനത് കൺഫേം ചെയ്ത് പറഞ്ഞിരുന്നു. ലോഗോ ജനുവരി 10 വരുമെന്ന് കൺഫേം ചെയ്ത് പറഞ്ഞിരുന്നു. പ്രഡിക്ഷൻ ലിസ്റ്റുകൾ ഞാൻ ഈ സമയമായപ്പോൾ 1 or 2 ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഈ സമയം. ഇത്തവണ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത്തവണ വീഡിയോസ് ഇടുന്നില്ല, കഴിഞ്ഞ തവണയൊക്കെ ഒത്തിരി വീഡിയോസ് ഇട്ടല്ലേ എന്ന്. ആക്ച്വലി എനിക്ക് ഇടാനൊന്നും കിട്ടുന്നില്ല, ഞാനൊന്നും അറിയുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, അപ്ഡേറ്റുകൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അപ്ഡേറ്റുകളുടെ വിഷയം ഞാൻ ഒന്നുമേ അറിയുന്നില്ല. അറിയാത്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടൻ സീസൺ തുടങ്ങുന്നില്ല. അതാണ്, ഉടൻ സീസൺ തുടങ്ങുന്നില്ല. സീസൺ തുടങ്ങാതെ സീസണിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊരു ചർച്ച ഇല്ലാതെ എന്താണ് ഇപ്പോൾ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് കുറച്ച് ദിവസം മുന്നേ വന്ന് പറഞ്ഞിരുന്നു ഓഡീഷൻ ഡിസംബറിൽ. ഞാൻ പറഞ്ഞില്ല, ഇത്തവണ നവംബറിൽ തുടങ്ങാനുള്ള ഓഡീഷൻ ഡിസംബറിലാണ് തുടങ്ങി. അപ്പോഴേ എനിക്കൊരു ഡൗട്ട് അടിച്ചതാണ്. ഞാൻ വന്ന് നിങ്ങളോടത് പറഞ്ഞതുമാണ്. ഇനി സീസൺ കുറച്ച് ചിലപ്പോൾ 1 or 2 ആഴ്ച കൂടി അങ്ങോട്ട് തള്ളിപ്പോകുമായിരിക്കാം. അത്രേ വരുവുള്ളൂടെ, അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും വരത്തില്ല എന്ന് പറഞ്ഞിരുന്നു. ഓഡീഷൻ ഡിസംബർ ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. കുറച്ച് പേരെയൊക്കെ വിളിച്ചങ്ങ് നിർത്തി. ഒരു 3-4 ദിവസത്തിനകത്ത് തന്നെ നിർത്തി എന്നറിഞ്ഞു. വീണ്ടും അതിൻ്റെ പ്രൊഫൈലുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. പ്രൊഫൈലുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സീസണിൻ്റെ ഓഡീഷൻ ഇപ്പം നിലവിൽ ഫ്രീസാണ്. സൂം മീറ്റിംഗ് എല്ലാം ഫ്രീസാണ്, ഒന്നുമേ നടക്കുന്നില്ല എന്നാണ് അറിയാൻ പറ്റിയത്. ഇതിനി ജനുവരിയിൽ റീസ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഡിസംബർ ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ജനുവരിയിൽ മാത്രമേ ഇത് ഈ സാധനം സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഓഡീഷൻ ഫസ്റ്റ് ഓഡീഷൻ കഴിഞ്ഞതിൻ്റെ പിറകിലുള്ള നേരിട്ടുള്ള ഓഡീഷൻ ഉണ്ട്, പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഫസ്റ്റ് ഓഡീഷന് ജനുവരി ഫസ്റ്റ് വീക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ സീസൺ തള്ളി അങ്ങോട്ട് പോകും. കാരണം 12,000 പേരോളം ഓഡീഷൻ നടത്താനുള്ളതാണ്. പെട്ടെന്നൊന്നും തീരുന്നൊരു പ്രൊസീജിയേഴ്സ് അല്ല ഇത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങാൻ വൈകും, നല്ല താമസിക്കും. മാർച്ച് അവസാനം വരെ പോകാനുള്ള ഒരു ചാൻസസ് ആണ് കാണുന്നത്. ഇനി എങ്ങാനും ഭാഗ്യം കൊണ്ട് 10-ാം തീയതിയോ എന്തായാലും മാർച്ച് 10-ാം തീയതിക്ക് മുമ്പേ ഒന്നും വരത്തില്ല. കാരണം അങ്ങനെ ഒന്നുമേ വരത്തില്ല. കാരണം ഓഡീഷൻസ് ഒന്നും ആയിട്ടില്ല. ഓഡീഷൻസ് വല്ലതും ആയെങ്കിലല്ലേ ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനോ അതിനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഡേറ്റ് ഒന്നും ഇതുവരെയും ഡിസൈഡ് പോലും ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഈ സമയമൊക്കെ ആയപ്പോൾ ഞാൻ ഡേറ്റൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞു, ഈ ഒരു ടൈം മുതൽ ഈ ഒരു ടൈമിനകത്തായിരിക്കും 3 ഡേറ്റിൽ പറഞ്ഞു. ഈ 3 ഡേറ്റിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒന്നുമേ പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം ഒന്നുമേ ആയിട്ടില്ല. മാർച്ച് അവസാനം, മാർച്ച് 23 അല്ലെങ്കിൽ 29 ഈ 2 ഡേറ്റാണ് ഞാൻ കാണുന്നത്. ഈ 2 ഡേറ്റിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും വരാൻ സാധ്യത ഉള്ളത്. പിന്നെ ലോഗോയൊക്കെ ഇത്തവണ വളരെ വൈകിയായിരിക്കും വരുന്നത്. കഴിഞ്ഞ വർഷം നമുക്കറിയാം, ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നുണ്ടായിരുന്നു, ഇപ്പം വരും എന്ന് പറഞ്ഞുകൊണ്ട്. ജനുവരി 4-ാം തീയതി ലോഗോ വന്നു. പക്ഷെ ഇത്തവണ എനിക്ക് തോന്നുന്നില്ല ജനുവരി 4-ന്. ജനുവരിയിലെ ചിലപ്പോൾ ചാൻസസ് കുറവാണ്. ഫെബ്രുവരിയിലായിരിക്കാം മിക്കവാറും. നമ്മുടെ കണ്ണ് തന്നെ പുറത്തു വരാൻ പോകുന്നത് ഫെബ്രുവരിയിലായിരിക്കാം. ജനുവരിയിലൊക്കെ ഭയങ്കര ചാൻസ് കുറവാണ്. ഫെബ്രുവരി ലാസ്റ്റ് വീക്കെങ്കിലും കഴിഞ്ഞ വർഷം ഒരു ഫെബ്രുവരി 26-ന് തുടങ്ങാൻ വേണ്ടി ഇരുന്നത് കൊണ്ടാണ് ജനുവരി 1 തന്നെ അവർ പ്രൊമോ ഇട്ടത്. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് ലീക്കായതൊക്കെയാണ് നമുക്കറിയാമെന്നുള്ളതാണ്. അവരുടെ കയ്യിൽ നിന്ന് ലീക്കായി വന്നതാണ് സാധനം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നേരത്തെ വന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒന്നുമേ പ്രതീക്ഷിക്കരുത്. ജനുവരിയിൽ ആ ഒരു ടൈം ആയില്ല, ബിഗ് ബോസിൻ്റെ ലോഗോ വരാൻ സമയം ആയില്ല എന്നറിഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യരുത്. അതിനെക്കുറിച്ച് ഒന്നുമേ അറിയാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് മാത്രമല്ല, ഇത്തവണ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഒന്നാമത്തെ ഇഷ്യൂ, നമ്മുടെ ജിയോയും ഹോട്ട്സ്റ്റാറും കൂടെ ഒന്നായ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. മിക്കവാറും എനിക്ക് തോന്നുന്നത് പുതിയ ആപ്ലിക്കേഷനിലായിരിക്കും എന്ത് തുടങ്ങാൻ പോകുന്നത്. ഈ പറയുന്ന പോലെ നമ്മുടെ ബിഗ് ബോസ് തുടങ്ങാൻ സാധ്യതയാണ്. എനിക്ക് തോന്നുന്നത്, ഞാനൊരു അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞില്ല, പുതിയ ആപ്ലിക്കേഷനിൽ ജിയോ സ്റ്റാർ, ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണല്ലോ. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് ജിയോ സ്റ്റാർ വരും. ഉടനെ എന്തായാലും വരും, 1-2 മാസത്തിനകത്ത് വരുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ജിയോ സ്റ്റാറിനകത്തായിരിക്കും ബിഗ് ബോസ് തുടങ്ങാൻ സാധ്യത കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചങ്ങോട്ട്
ഇതിൻ്റെ മെർജിങ്ങുകളും ഈ ആപ്ലിക്കേഷൻ്റെ പരിപാടികളും അതിൻ്റെ സ്ട്രീമിംഗ് റൈറ്റുകളും ഒക്കെ തിരിയുന്നതിൻ്റെ കുറേ എന്താ പറയുക വള്ളിക്കെട്ടുകളും കേസുകളും ഒക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല, ഞാനൊരു ഗസ് പറഞ്ഞതാണ്. പിന്നെ ഉള്ളൊരു ഇഷ്യൂ, ഞാൻ അറിഞ്ഞൊരു ഇഷ്യൂ, ലാലേട്ടൻ്റെ 2 മൂവീസിൻ്റെ ഡേറ്റുകൾ ഇനി ലോക്ക് ചെയ്യാനുണ്ട്. 2 മൂവീസിൻ്റെ, ഒന്ന് സത്യൻ അന്തിക്കാടുമായിട്ടുള്ള ഒരു മൂവിയും പിന്നെ മമ്മൂട്ടി കമ്പനിയായിട്ട് ചേർന്നിട്ടുള്ള മമ്മൂട്ടിയായിട്ടുള്ള ഒരു മൂവി ഉണ്ടല്ലോ വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്, ആ മൂവി. ഈ 2 മൂവിയുടെയും കേസുകൾ ഡേറ്റ് ലോക്ക് ചെയ്താൽ മാത്രമേ ബിഗ് ബോസിന് ഡേറ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ലാലേട്ടനാണെന്നാണ് കേട്ടോ ഞാൻ അറിഞ്ഞത് ഇത്തവണ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ പറഞ്ഞു ലാലേട്ടൻ അല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ലാലേട്ടൻ അഗ്രിമെന്റ് സൈൻ ചെയ്തെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഞാൻ അതിനകത്ത് ഞാൻ ഓരോ ഉറപ്പുകളും ഞാൻ പറയുന്നില്ല, എന്തും ഏത് നിമിഷവും എപ്പോഴും സംഭവിക്കും. കാരണം ഡേറ്റുകളൊന്നും ഇതുവരെ ലോക്കാക്കിയിട്ടില്ലല്ലോ. ഡേറ്റുകൾ ലോക്കാക്കിയില്ലെങ്കിൽ കമൽ സാറൊക്കെ അവസാന നിമിഷമാണ് തമിഴ് ബിഗ് ബോസിൽ നിന്നൊക്കെ തെറിച്ചത്. അതുപോലെയൊക്കെ വരുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ലാലേട്ടൻ്റെ ആ മൂവീസിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായിട്ട് ബിഗ് ബോസിൻ്റെ കേസിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനം ആവുള്ളൂ. പിന്നെ സ്പോൺസേഴ്സ് ഒക്കെ ഇത്തവണ പുതിയതായിരിക്കും എന്നറിയുന്നു. സ്പോൺസേഴ്സിൻ്റെ ഭാഗത്തു നിന്നും കണ്ടസ്റ്റൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സ്പോൺസേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും ഇത്രയാണ് ഞാൻ അറിഞ്ഞ അപ്ഡേറ്റുകൾ. പക്ഷേ എന്താ പറയുക, കഴിഞ്ഞ വർഷം ഈ സമയമൊക്കെ ആയപ്പോൾ നമ്മൾ ഒത്തിരി അപ്ഡേറ്റുകൾ ഇട്ടിരുന്നു. വിഷമം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ബിഗ് ബോസിൽ ഇത്തവണ എന്താണ്, എവിടെയാണ്, എപ്പോഴാണ് ഒന്നുമേ അറിയാൻ ഒരു വകുപ്പുമില്ല. തമിഴ് സെറ്റ് ആണെങ്കിൽ അങ്ങനെ കിടക്കുന്നു, മറാത്തി സെറ്റ് ആണെങ്കിൽ വേറെ. ഈ സെറ്റിൻ്റെ കേസും കുറേ ഡൗട്ടുള്ള ഒരു കാര്യമാണ്. സെറ്റ് എവിടെ ആയിരിക്കും, എപ്പോഴായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന്. കാരണം ഈ പറഞ്ഞ പോലെ തമിഴ് ബിഗ് ബോസ് 105 ദിവസമാണ് തീരുന്നതെങ്കിലും അത് ജനുവരി 15-ാം തീയതി ആയിരിക്കും അത് തീരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അത് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. അത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റിൽ തന്നെ തുടങ്ങുമെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ അറിയുന്നത് മുംബൈ സെറ്റിലാവാനാണ് ചാൻസ് എന്നാണ് കേട്ടോ. ഞാൻ ഇപ്പോഴും അറിയുന്നത് മുംബൈ സെറ്റിലാവാനാണ് ചാൻസ് എന്നാണ്. മുംബൈ സെറ്റിലാണെങ്കിൽ അവർക്ക് നേരത്തെ തുടങ്ങാം. പക്ഷേ ലാലേട്ടൻ്റെ കേസുകൾ ഉണ്ടായിരിക്കാം കേട്ടോ. ഹോസ്റ്റിൻ്റെ കേസുകളും ബാക്കി ടെക്നിക്കൽ ഇഷ്യൂസും ആപ്ലിക്കേഷൻ്റെതും എല്ലാം കാണും. മിക്സ്ചർ പരുവമായിരിക്കും. അപ്പം പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ ആയിട്ട് ഞാൻ തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നതാണ് ഈ മാസം മുതൽ. കഴിഞ്ഞ വർഷം ഈ ടൈമൊക്കെ ആയപ്പോൾ ഞാൻ തുടങ്ങി വെച്ചു. എല്ലാം തുടങ്ങി വെച്ച് നമ്മളെല്ലാം പക്കയായിട്ട് Q&A നമ്മൾ നോക്കി, സെറ്റ്, ഡേറ്റ്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, തീം, കോമണേഴ്സ്, അതിൻ്റെ ലോഗോ, പ്രൊമോ, അതിൻ്റെ അപ്ഡേറ്റുകളെല്ലാം എന്തോ ഭാഗ്യം കൊണ്ട് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇത്തവണത്തെ കാര്യം ഇതുവരെയും അപ്ഡേറ്റുകൾ നിൽക്കുന്നത് ഇങ്ങനെയാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് വെയിറ്റ് ചെയ്യാം, അല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റൂല. പിന്നെ തമിഴ് ബിഗ് ബോസും ഹിന്ദി ബിഗ് ബോസും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കരയ്ക്ക് അടിയട്ടെ. എന്നിട്ടായിരിക്കും മലയാളം ബിഗ് ബോസിൻ്റെ, എനിക്ക് തോന്നുന്നു തമിഴും ഹിന്ദിയൊക്കെ തീർന്നിട്ടായിരിക്കും ചിലപ്പോൾ മലയാളത്തിൻ്റെ ലോഗോ പോലും വരുന്നത്. കഴിഞ്ഞ തവണ തമിഴ് തീരുന്നതിന് മുന്നേ ഹിന്ദിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ തന്നെ കണ്ണൊക്കെ വെളിയിൽ വന്നു. ഇത്തവണ കണ്ണൊക്കെ ഇത് 2 സീസണിൽ തീർന്നു. ഒരു ബിഗ് ബോസും ഇല്ലാതെ എല്ലാം ശാന്തം. ഇപ്പം തെലുഗു എനിക്ക് തോന്നുന്നു ഈ വരുന്ന വീക്കാണ് എന്തോ ഫിനാലെ, തെലുഗു 8, തെലുഗു അങ്ങനെ തീരും. തൊട്ട് പിറകെ കന്നഡ തീരും, അതിൻ്റെ തൊട്ട് പിറകെ തമിഴ് തീരും, അതിൻ്റെ തൊട്ട് പിറകെ ഹിന്ദി തീരും. എല്ലാം തീർന്നൊന്ന് സമാധാനമായിട്ടിരിക്കുമ്പോഴായിരിക്കും മലയാളത്തിൻ്റെ കണ്ണ് വരുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം എല്ലാം തീർന്ന് ശാന്തം. കാരണം ഇത്തവണ ബിഗ് ബോസുകളുടെ ഘോഷയാത്രയായിരുന്നു ഈ വർഷം 2024. ഹിന്ദി ബിഗ് ബോസ്, തമിഴ് ബിഗ് ബോസ്, തെലുങ്ക് ബിഗ് ബോസ്, കന്നഡ ബിഗ് ബോസ്, ഇതെല്ലാം കൂടെ ഒരുമിച്ച്, മറാത്തി ബിഗ് ബോസ് എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മയം മാറി എല്ലാം നോർമൽ ആകുമ്പോഴായിരിക്കും കണ്ണ് വെളിയിൽ വരുന്നതെന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്യാം. വേറെ അപ്ഡേറ്റുകളൊന്നും അറിയലില്ലടേ. അത് അപ്ഡേറ്റുകൾ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ലിസ്റ്റ് ഇപ്പോഴേ ഇട്ട് വിറപ്പിക്കാത്തത്. എനിക്ക് വേണമെങ്കിൽ 50 പേരുടെ പേര് പറക്കി ലിസ്റ്റ് ഇടാം. 25 പേരുടെ പേര് പറക്കി ഇന്നവരൊക്കെ വിളിക്കാം, ഇന്നവരെയൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞ് ഫേക്ക് ഇടാം. അതിൻ്റെ ആവശ്യമില്ല. അവരെന്തെങ്കിലും തുടങ്ങട്ടെ, എന്നിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസും അപ്ഡേറ്റുകളൊക്കെ ചെയ്യാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.